കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. 37ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി, തിരുസഭയ്ക്ക് ഒരു ഹൃദയമുണ്ടെന്നും ആ ഹൃദയം സ്നേഹത്താൽ എരിയുന്നതാണെന്നും ഞാൻ ഗ്രഹിച്ചു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൊച്ചുറാണി, തിരുസഭയുടെ ഹൃദയം നീ കണ്ടെത്തിയല്ലോ. ആ ഹൃദയം സ്നേഹത്താൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്നും നീ മനസ്സിലാക്കി. ഇതേ ബോധ്യം നീ ഞങ്ങൾക്കും പകർന്നു നൽകണമേ. ഈ സ്നേഹതീഷ്ണതയിൽ എരിഞ്ഞുകൊണ്ട് സഭയെ പടുത്തുയർത്തുവാനായിട്ട് പുണ്യവതി ഞങ്ങളെ നീ സഹായിക്കണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ഒരു നിമിഷം ഒന്ന് ചേർത്ത് വയ്ക്കാം. ഞങ്ങൾക്കായി നല്ല ദൈവത്തിൽ നിന്ന് നീ വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം.